മുകളിൽ ഗൂഢമായ പദ്ധതികൾ മെനയുമ്പോൾ താഴെ ഇതൊന്നും അറിയാതെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാണ് ഫോട്ടോ എടുപ്പും ഡാൻസും പാട്ടും ഡ്രിങ്ക്സും ഒക്കെ ആഘോഷം. താനുവിന്റെ ബലയെ വകവരുത്താനുള്ള പ്ലാൻ മനസ്സിലാക്കി ജാൻവി താഴേക്കെത്തുമ്പോൾ താഴെ അലി ബഗ്ഗുവുമൊത്ത് ചെറിയ സൗന്ദര്യപ്പണക്കത്തിലാണ്. അഡീബയെ ഹോസ്പിറ്റലിലാക്കിയ സംഭവത്തിന് ശേഷം അവൾക്ക് ഇവനോട് മിണ്ടാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല, ബർത്ത്ഡേ ആയിട്ടൊരു വിഷു പോലും ഇല്ലെന്ന് ബേല മമ്മിയെക്കുറിച്ച് അഹാനോട് പരാതി പറഞ്ഞ് നടക്കുമ്പോൾ രൺവീർ ഇതിലിടപെട്ട് അവളോട് സംസാരിക്കുന്നത് ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ ജാൻവിക്ക് അത്ര പിടിക്കുന്നില്ല. അവളെ നേരെ പുറത്ത് സൈലന്റായി നിൽക്കുന്ന ബഗ്ഗുവിനടുത്തേക്ക് ചെന്ന് എന്തിനാണോ ഇങ്ങനെ ഓവറായി ഡിപ്രസ്ഡായി നിൽക്കുന്നതെന്ന് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി ഒന്ന് ചില്ലാവാൻ പറഞ്ഞു വിടുന്നു. കാർത്തികങ്ങൾ പോകാൻ നേരം അറിയിക്കാമെന്ന് വാക്ക് നൽകി. തൊട്ടു പിന്നാലെ ജാൻവി നേരെ അലിയുടെ അടുത്തേക്ക് വിട്ട് ബഗ്ഗുവുമായി എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അവൾ എൻ്റെ മുറിയിലുണ്ടെന്നും പോയി സംസാരിക്കുന്നു പറഞ്ഞ് അവരെയും ചാർജാക്കി വിടുമ്പോൾ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബഗ്ഗുവിന് അലിയോടൊരു ചെറിയ ഇതുണ്ടെങ്കിലും അഡീബയുമൊത്തുള്ള റിലേഷൻ തകർക്കാൻ അവൾക്ക് മനസ്സില്ല. അങ്ങനെ അലി ബഗ്ഗുവിനടുത്തെത്തി സംസാരിക്കാൻ തുടങ്ങുന്നതും അവിടെ വന്നത് കാണുന്നതാകട്ടെ അഡീബയും. ജാൻവിയുടെ പ്ലാൻ ഇരുവരും ഒന്നിച്ചിരിക്കുന്നത് കണ്ട് അഡീബ നല്ല ചൂടായി ബഗ്ഗുവിനോട് കയർത്ത് സംസാരിക്കുന്നതിന് പിറകെ വെറുതെ ഒന്ന് ചിന്തിച്ചു കൂട്ടാമെന്ന് പറഞ്ഞ് ബഗ്ഗു ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നു. അവക്കിനി വീട്ടിൽ പോയാൽ മതിയെന്ന അവസ്ഥയാണ്. കാർത്തികിനെ തിരക്കി ഫോണിൽ വിളിക്കാൻ തുടങ്ങുന്നതും അഡീബ ചാടി വീണ് അവിടെ ആകെ ഒരു അക്രമ സിറ്റുവേഷൻ ആവുന്നു. നീ എങ്ങനെ മുങ്ങാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് മുടിയിൽ പിടിച്ചും വലിച്ചും കൈ പിടിച്ചു തിരിക്കുകയെല്ലാം ചെയ്യുന്നതോടെ ബഗ്ഗുവിന് ക്ഷമ നശിക്കുന്നു. അതിന്റെ സൂചന ചുറ്റുമുള്ള ജ്യൂസുകളിൽ തന്നെ കാണാം. ജലമാണല്ലോ അവളുടെ പവർ. ദേഷ്യത്തിൽ അവിടെയുള്ള വെള്ളമെല്ലാം വൈബ്രേറ്റായി പുതിയ പ്രശ്നം തുടങ്ങുമ്പോൾ ഇതൊന്നും അറിയാതെ കുറച്ച് മാറി നിന്ന് മമ്മിയെ വിളിക്കാൻ ശ്രമിക്കുന്ന ബേലയ്ക്ക് ഒടുവിൽ താബുവിനെ ലഭിക്കുന്നത് വഴി വിളിച്ചിട്ട് എടുക്കാത്തത് എന്താണെന്നും ഇന്ന് ബർത്ത്ഡേ ആയിരുന്നെന്നൊക്കെ ചൂടാവുന്നതിന് താബു വളരെ പതിഞ്ഞ സ്വരത്തിൽ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. നിന്റെ അടുത്ത് വരുമ്പോൾ എല്ലാം വിശദമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ പറഞ്ഞേ മതിയാവുന്ന ബേല അവളിപ്പോൾ പഞ്ചഗിരിയിലാണെന്നും മുത്തശ്ശിയുടെ അടുത്താണെന്നും പറയുന്നത് കേട്ട് താബു ചെട്ടുമ്പോൾ കാർത്തികിന് ഇന്നേരം ഗ്ലാസ്സിലൊക്കെ ഉണ്ടാവുന്ന ആ വൈബ്രേഷൻ കാണുന്നത് വഴി എന്തോ റോങ് തോന്നി ബഗ്ഗുവിനടുത്തേക്ക് എത്തുന്നെങ്കിലും തക്ക സമയത്ത് മറ്റുള്ളവർ പിടിച്ചു മാറ്റുന്നതോടെ വലിയൊരു പ്രശ്നം ഒഴിവായി വളരെ എക്സോസ്റ്റഡായി നിൽക്കുന്ന ബഗ്ഗുവിനെ കാർത്തിക് എത്തി സേഫാക്കുന്നു. ഏതൊരമ്മയ്ക്കും മകളെ ദൂരത്തോട്ട് പോകുന്നതിൻ്റെ ഒരു പേടി കൊണ്ടായിരിക്കും പഞ്ചഗിരിയിലേക്ക് പോകരുതെന്ന് തന്നോട് പറഞ്ഞത് എന്നാണ് ബല കരുതിയിരുന്നത്. എന്നാൽ സ്വന്തം കുടുംബത്തെ കണ്ടുമുട്ടുന്നതിന്റെ ഭയമായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായി നിൽക്കുമ്പോൾ പഞ്ചഗിരിയിൽ പോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എത്ര വലിയ പ്രശ്നത്തിലാണ് നീ നിൽക്കുന്നതെന്നറിയോ? താബു ഉടൻ തന്നെ തുണിയും സാധനങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നാളെ രാവിലെ തന്നെ അവിടുന്ന് കുറച്ച് അകലെയുള്ള ഒരു ബസ് സ്റ്റോപ്പിലെത്താൻ ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് എല്ലാം വിശദമായി പറയാമെന്ന് പറഞ്ഞ് ഉടൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം താനും മറുവശത്ത് നിന്ന് കേൾക്കുന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അഡീബ ഇപ്പോൾ കാണിച്ച ഈ അഹങ്കാരത്തിന് അലിയും ആസ്മയും വഴക്ക് പറയുന്നെങ്കിലും അവൾ ബഗ്ഗുവിനെ കുറ്റം പറയുകയാണ്, തന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞ്. ബഗ്ഗുവിനോട് കാറിൽ പോയിരിക്കാൻ പറയുന്ന കാർത്തികിനോട് അഡീബയെ അടക്കി നിർത്തി വരുന്ന ആസ്മ കുട്ടികൾക്കെല്ലാം കൺട്രോളിംഗ് പ്രശ്നം ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള ആഗ്രത പ്രകടിപ്പിക്കുമ്പോൾ വളരെ ഇമോഷണലായാൽ ഇനിയും ഇങ്ങനെ ഉണ്ടായേക്കാമെന്ന് കാർത്തിക്കും. മാത്രമല്ല ഫിഫ്ത്ത് എലമെന്റ് വന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കൂടുതൽ ജാഗ്രത വേണമെന്നും പറയുന്നു. താബു പറഞ്ഞ പോലെ ബേല അടുത്ത ദിവസം രാവിലെ തന്നെ കോളേജ് ബസ്സിൽ കയറി ആ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് അഹാനോട് യാത്ര പറഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കുറച്ച് മാറി ഒരു കാറിലിരുന്ന് താനുവും ജാൻവിയും വീക്ഷിക്കുവാണ്. തള്ള വന്നവളെ കൊണ്ടുപോയാൽ മതിയായിരുന്നു, അതാകുമ്പോൾ പിന്നെ ശല്യം ഒഴിവല്ലോ എന്ന് ജാൻവി അനിഷ്ടം പ്രകടിപ്പിക്കുന്നെങ്കിലും താനുവിൻ്റെ മനസ്സിൽ ഉദ്ദേശം വേറെയാണ്. അവർ കാറിൽ നിന്നിറങ്ങി ജാൻവിയെ പറഞ്ഞു വിട്ട ശേഷം ബേലയ്ക്കടുത്തേക്ക് പോകുന്നു. കഴിഞ്ഞ രാത്രി കാർത്തിക് പറഞ്ഞ പോലെ ബേല മരണപ്പെട്ടാൽ അവരുടെ ഉള്ളിൽ ആരും അറിയാതെ നിലകൊള്ളുന്ന എർത്ത് പവർ ജാൻവിയിലേക്കെത്തും. ഇത് മനസ്സിൽ വെച്ച് അവർ ബേലയ്ക്കടുത്തേക്ക് പോയി സ്നേഹഭാവത്തിൽ രാത്രി താബുവുമായി സംസാരിച്ചത് കേട്ടിരുന്നുവെന്നും മമ്മി ഇത്രയും നേരമായിട്ടും വരാത്തതിൽ വിഷമിക്കേണ്ട, വീട്ടിൽ പോയി മമ്മിയുമായി വിശദമായി എല്ലാം സംസാരിക്കാമെന്നും പോകാൻ വണ്ടി ഏർപ്പാടാക്കി തരാമെന്നും പറയുന്നു. കോളേജ് ബസ്സും പോയി കയ്യിലാണെങ്കിൽ ക്യാഷും നഹി. അതുകൊണ്ട് ഇതിനെ ഒക്കെ പറയുന്ന ബേല മമ്മി എന്തിനാ നിങ്ങളെപ്പറ്റിയെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കണമെങ്കിലും അത് നിന്റെ മമ്മി തന്നെ വ്യക്തമാക്കുമെന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ ഇനി എപ്പോൾ പഞ്ചഗിരിയിൽ വന്നാലും ഇവിടെ കയറാതെ പോകരുതെന്ന് പറഞ്ഞ് താനുവും. എന്നിട്ട് ഡ്രൈവറുടെ അടുക്കിലേക്ക് ഒരു നോട്ടവും. കാർത്തിക് രാവിലെ കാപ്പിയുമായി വന്ന് നോക്കുമ്പോൾ ബഗ്ഗുവിനെ കാണാനില്ല. നോക്കുമ്പോൾ ബാത്റൂമിൽ ടാപ്പും തുറന്നിട്ട് വെള്ളത്തിലിരിക്കുവാണ്. പൈപ്പ് അടയ്ക്കാൻ നോക്കുമ്പോൾ കാണാം അത് ഓഫ് തന്നെ. ഇതവളുടെ ബാഡ് മൂഡാണെന്ന് മനസ്സിലാക്കി പവർ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞ് വിതുമ്പെന്ന് ബഗ്ഗുവിനെ സാരമില്ല, ഇതിനെക്കുറിച്ച് സമയമൊക്കെ പിടിക്കും, കാം ഡൗൺ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിറകെ ടാപ്പിലെ വെള്ളവും നിൽക്കുന്നു. കാറിൽ തിരികെ പോകുന്ന ബേലയുടെ മനസ്സ് പഞ്ചേരിയിൽ തന്നെയാണ്. അത്ഭുതകരമായ അഡീബയുടെ മുറിവുണങ്ങിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ പോകുമ്പോൾ താനും ജാൻവിയെ മുറിയിൽ കൊണ്ടുപോയിരുത്തി ഒരു ഉണങ്ങിയ ചെടിയും വെച്ച് കൊടുക്കുവാണ്. എന്തിനാ മമ്മി വീണ്ടും ഇതെല്ലാം, എനിക്ക് പവറില്ലെന്ന് മനസ്സിലായതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാൻവിയും അറിയുവാണ് കാറിലെ ഡ്രൈവറോട് മലമ്പ്രദേശം വഴി കൊണ്ടുപോയി ഒരു അപകടമുണ്ടാക്കാൻ പറഞ്ഞതും നല്ല പ്രതിഫലം കൊടുത്തതും. പക്ഷെ കൊല്ലാനല്ല, എങ്ങനെയും അവരുടെ കൈകൾക്ക് പരിക്ക് പറ്റിയാൽ മതി. അങ്ങനെ വന്നാലും പവർ ജാൻവിയിലെത്തുമെന്ന് മനസ്സിലാക്കി താനും അവളോട് ഏത് നിമിഷവും തയ്യാറായിരിക്കാൻ പറയുമ്പോൾ ഡ്രൈവർ ബ്രേക്ക് പോയെന്നും പറഞ്ഞ് വണ്ടി കൺട്രോളില്ലാതെ ആഞ്ഞു വായിക്കുന്നു. പവറിനെ സത്യത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുവാണോ അതോ പവർ നമ്മളെ കൺട്രോൾ ചെയ്യുവാണോ എന്നാണ് ബഗ്ഗുവിൻ്റെ സംശയം. രണ്ടുമുണ്ട്, കുറച്ച് നമ്മളെ നിയന്ത്രിക്കും, കുറച്ച് നമ്മളെയും നിയന്ത്രിക്കും. ഡ്രൈവർ ഒരു കൊക്ക എത്താറാകുമ്പോൾ ചാടി ഇറങ്ങുന്നതിന് പിറകെ ബേല വണ്ടിയിൽ നിന്ന് വെപ്രാളപ്പെട്ട് വീഴുന്നതും പൊടുന്നതിനെ കാറിന് മുന്നിലായി കുറെ പാറക്കൂട്ടങ്ങൾ രൂപപ്പെട്ട് അതിലേക്ക് ചെന്ന് ഇടിച്ച് തെറിക്കുന്നു. ഈ സമയമൊക്കെ വീട്ടിൽ ജാൻവി ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അഥവാ സിറ്റുവേഷൻ നമ്മുടെ കൺട്രോൾ വിട്ടു പോയാൽ നമുക്കുള്ളിലെ ശക്തിക്കറിയാം എപ്പോഴാണ് അത് നമുക്കേറെ അത്യാവശ്യമായി വരുന്നതെന്ന്. അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുക, വിശ്വസിക്കുക. ഹീലിംഗ് ശ്രമത്തിൽ നോക്കുമ്പോൾ ചെറിയ സ്പാർക്ക് ഉണ്ടാവുന്നത് കണ്ട് ഇരുവരും അതിശയിക്കുന്നെങ്കിലും അത് പതിയെ നിൽക്കുന്നു. അപകടത്തിൽ വലതുകൈയിൽ പരിക്കേറ്റ ബേല അവശതയിൽ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവളും മനസ്സിലാക്കുവാണ് അവൾക്കുള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളതായി. മുറിവ് കണ്ട് മുമ്പ് അടിയബയ്ക്ക് പൊള്ളലിൽ ക്രീം പുരട്ടിയ കാര്യം മനസ്സിൽ വന്ന് അവൾ ഇടതുകൈ വെച്ച് മുറിവിലേക്ക് സ്പർശിക്കുന്നതും മുറിവുകളെല്ലാം ഹീലാവുന്നു. അവിശ്വസനീയമായി കാഴ്ച കാണുന്നതോടെ മമ്മി ഒളിപ്പിച്ച രഹസ്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ബേല ഒരു തീരുമാനമെടുക്കുന്നു. ഇനി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടേ തിരിച്ചു വീട്ടിലേക്കുള്ളൂ. റിസോർട്ടിലേക്കുള്ള വോയിസ് മെസ്സേജ് ഓപ്ഷനിൽ ഇക്കാര്യം താബുവിനെ അറിയിക്കുന്നു. കാർത്തിക് പറഞ്ഞ പോലെ അവളുടെ ശക്തി തന്നെ അവളെ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ഒരു ഷീൽഡായി പാറക്കെട്ടുകൾ രൂപം കൊണ്ട്. ഡ്രൈവറുടെ ഫോൺ കോളിലൂടെ ബേല രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കോ പോയെന്ന വിവരം താനു മനസ്സിലാക്കുന്നതും വീട്ടിലേക്ക് ബേല തിരിച്ചെത്തുകയായി. ഒന്നും അറിയാത്ത പോലെ എന്താ മോളെ തിരിച്ചു വന്നതെന്നുള്ള താനുവിന്റെ ചോദ്യത്തിന് എനിക്ക് സകല സത്യങ്ങളും അറിയണമെന്ന് പറഞ്ഞ് ആക്സിഡന്റ് ഉണ്ടായതെക്കുറിച്ച് പറയുന്നു. തീർന്നെന്ന് കരുതിയപ്പോൾ എവിടെ നിന്നോ കുറെ പാറകൾ പൊന്തി വന്നു. നിനക്കെന്താ തലയ്ക്ക് വല്ലതും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബേല നേരെ ചെന്നൊരു ഫോർക്ക് എടുത്ത് കയ്യിൽ കുത്തി മുറിച്ചിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഹീൽ ചെയ്ത് കാണിക്കുന്നു. താനു ഇതോടുകൂടെ പെട്ട് നിൽക്കുവാണ്. പാർട്ടിയിൽ പങ്കെടുത്തവരുടെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ നിരീക്ഷിക്കുന്ന കാർത്തിക്കിന് ഒരു ചെറുക്കൻ്റെ കാര്യത്തിൽ സംശയം വന്ന് ബഗ്ഗുവിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അത് അർജുൻ, ജുനേജയുടെ കുടുംബമാണ്. കുഴപ്പമില്ല, കാരണം ആ കുടുംബം പഞ്ചഗരിയിൽ എത്തിയിട്ട് തന്നെ 5 വർഷമേ ആവുന്നുള്ളൂ. ബേലയുടെ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത എന്താണെന്ന് കാർത്തിക്കിനോട് ചോദിച്ച് അവളും കൂടി ഉണ്ടായാൽ നല്ലതാണെന്നൊക്കെ ബഗ്ഗു ഇൻട്രസ്റ്റ് കാട്ടുമ്പോൾ ബേലയിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തിയോ സംസാരമോ വന്നിട്ടുണ്ടോ എന്ന് തിരക്കുന്ന കാർത്തിക്കിനോട് അവൾ പറയുന്നത് ബേലയ്ക്ക് ഇതേക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ രൺവീറിന്റെ കാര്യത്തിൽ അത് മനസ്സിലാവേണ്ടതല്ലേ. മാത്രമല്ല ഞങ്ങൾക്കെല്ലാം പവർ കുട്ടിക്കാലത്ത് കിട്ടിയതല്ലേ. അങ്ങനെയെങ്കിൽ അവക്കും അന്നേ ഇതിനെപ്പറ്റി മനസ്സിലാവേണ്ടതാണ്. അങ്ങനല്ല, അതിലൊരു കാര്യമുണ്ട്. പവർ ചിലപ്പോൾ വൈകിയും ട്രാൻസ്ഫർ ആയേക്കാം. കാർത്തിക്കിന് മുത്തശ്ശിക്ക് പവർ കിട്ടുന്നത് 19-ാം വയസ്സിലാണ്. എന്തായാലും ബേല 5th എലമെന്റ് അല്ലെന്ന് കാർത്തിക് ഉറപ്പിച്ച് പറയുന്നു. കാരണം മുമ്പ് താനു കാണിച്ച ആ വീഡിയോ, അതിൽ മെഡാലിയൻ ഗ്ലോ ചെയ്യുന്ന സമയം ബേലയില്ലെന്ന് പറഞ്ഞാണ് താനു കാർത്തികിനെ കാണിച്ചത്. താനു ഒടുവിൽ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബേലയോട്. വളരെ റെസ്പോൺസിബിൾ ആയ ഒരു കാര്യമാണെന്നും ആരെങ്കിലും അറിയുന്നതിൽ നിന്നും സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞിട്ട് വൈകുന്നേരം ഒരു ടാക്സിലാക്കി പറഞ്ഞുവിടാൻ നോക്കുന്നതിലും ബേല പ്ലാൻ മനസ്സിൽ വെച്ച് മമ്മി വരുന്നവരെ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ മുത്തശ്ശി അതിന് പച്ചക്കൊടിയും കാട്ടുന്നു. പഠിത്തം മുടക്കേണ്ടെന്ന് പറഞ്ഞ് പിടിപാടുള്ള താനുവിൻ്റെ കോളേജിലും ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ബേല കോളേജിൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിറകെ നടക്കുന്ന രൺവീറിനെ കൂട്ടുപിടിച്ച് നടക്കുന്നു. താനുവും ജാൻവിയും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. റോഹൻ, മയങ്ക്, വൈഭവ്, ട്രെവർ, രൺവീർ അവൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നടക്കുന്നതൊക്കെ അന്നൊന്നൊരു വ്ളോഗാക്കി സൂക്ഷിക്കുന്നത് ഒരു നല്ല ബുദ്ധിയാണെന്ന് തോന്നി ബേല രാത്രി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താനുവിനൊരു കോൾ കാർത്തിക്കിൻ്റെ. പാർട്ടി വീഡിയോസ് എല്ലാം അരിച്ചു പറക്കി നോക്കിയതിൽ മെഡാലിയൻ വർക്കായ സമയം അവിടെയുള്ള 3 കുട്ടികളുടെ കുടുംബവിവരങ്ങൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊന്നാണോ 5th എലമെന്റ് എന്ന് ചോദിച്ചാൽ അതറിയില്ല. കാർത്തിക് ഈ മൂവരുടെയും പേര് താനുവിന് അയച്ചു കൊടുക്കുന്നു. അഡീബ, അഹാൻ, ട്രെവർ. അഹാന്റെ ഫുൾ നെയിം അഹാൻ ശർമ്മ. ഡിന്നർ ടൈമിൽ ബേലയോട് അവനൊരു സ്കോളർഷിപ്പ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നതായി ചുമ്മാ പറഞ്ഞ് ഫുൾ നെയിം കണ്ടുപിടിച്ച് കാർത്തികിന് കൊടുക്കുമ്പോൾ ജാൻവിയും അഡീബയും ബേലയെ ഒന്ന് നാണം കെടുത്താനുള്ള വഴി നോക്കുവാണ്. ബേല പവേഴ്സിനെ പറ്റി മനസ്സിലാക്കിയതിലും വീട്ടിൽ നിർത്തുന്നതിലും ജാൻവിക്ക് ദേഷ്യം താനുവിനോട്. അങ്ങനെ ഇരിക്കെ നടക്കാൻ പോകുന്ന കോളേജ് ഫംഗ്ഷനിൽ നാടകത്തിനുള്ള റിഹേഴ്സലിൽ അലിയും രൺവീറും ബേലയും എല്ലാം നിൽക്കുമ്പോൾ ജാൻവിയും അഡീബയും കോളേജ് വെബ്സൈറ്റിൽ ജോയിൻ ചെയ്ത ബേലയെ നാറ്റിക്കാൻ വെബ്സൈറ്റ് ഹെഡും ജാൻവിയെ ഒലിപ്പിച്ച് നടക്കുന്നതുമായ ഒരു ബുജിയെ കൺവിൻസ് ചെയ്ത് നിന്റെ കഴിവൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ബേലയുടെ എന്തോ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു, സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഇത് കണ്ടപാടെ സാറുമാരഞ്ഞ പിന്നെ വെച്ചേക്കില്ലെന്ന് ബുജി ടെൻഷൻ ആവുന്നതിലും ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇരുവരും തന്ത്രം മെനഞ്ഞ് പോകുന്നതിന് പിറകെ പ്രാക്ടീസ് ഏരിയയിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും കൂട്ടച്ചിരി. രൺവീർ എടുത്ത് നോക്കുമ്പോൾ ബേലയെ മോക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ഫോട്ടോയും താഴെ റൗഡി എന്നൊക്കെ കളിയാക്കിയിരിക്കുന്നത് കണ്ട് ബേല ഇത് ജാൻവിയുടെ പണിയാണെന്ന് മനസ്സിലാക്കി അവൾ ചിയർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് എത്തി വിളിക്കുന്നതും കാലുളുക്കി വീഴുന്നു. ബേല ഫോട്ടോ കാണിച്ച് റൈസ് ആകുമ്പോൾ ജാൻവി ആരും കാണാതെ ഹീൽ ചെയ്തു തന്നെ പറയുന്നത് കേട്ട് നീ സ്വയം തന്നെ ചെയ്താൽ മതി എന്ന് ഇറങ്ങാൻ നേരം ബേലയ്ക്കൊരു സംശയം. താന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ജാൻവിക്കും ഹീലിംഗ് പവേഴ്സ് ഉണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യാൻ ബേലയോട് പറയുന്നു. അപ്പോൾ നിനക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് ബേല ദേഷ്യപ്പെട്ടിറങ്ങി പോകാൻ നേരം ജാൻവി ഒരു അടവിടുന്നു. പവറിനെ പറ്റി നിനക്കെന്തറിയാം? അത് പ്രയോഗിക്കാൻ ഫോക്കസ് വേണം. എനിക്ക് വേദനയുള്ള സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ബേല ഇത് കേട്ട് വീണ്ടും കള്ളം പറയുവാണോ? എനിക്ക് തോന്നുന്നില്ല ഇവൾക്ക് ശക്തിയുണ്ടെന്ന്. അപ്പോൾ പഞ്ചഗരിയിൽ നിന്നും ഇവളും അമ്മയും ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാകണം. മറ്റു കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും അറിയാതെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഒരു കാര്യവും ബേല തിരിച്ചറിയുകയാണ്.